ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഉണ്ണിയങ്കിൾ, കഴിഞ്ഞ എപ്പിസോഡില് നമ്മുടെ ഉമ്മക്കൊൽസു ആയിട്ട് വന്ന ഒരാളാ വരാൻ പോകുന്നത്. അതെ, ജസ്റ്റ് മിസ്സിന് 100 എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചിരുന്ന് 99.25 ഈ ടഫ് സ്റ്റേജിൽ മേടിച്ച ഒരാളാണ് വരാൻ പോകുന്നത്. ഇന്ന് നമുക്കറിയാം അതിന്റെ ബാക്കി എന്താവും. സുപ്രഭാതം. യെസ്, ലെറ്റ്സ് വെൽക്കം അമൃത AM ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ അമൃത കുട്ടി. തിളങ്ങുന്നല്ലോ. നല്ല ഉടുപ്പ് കേട്ടോ. താങ്ക് യു. ബാക്കി 75 കിട്ടുമോ? അറിഞ്ഞൂടാ, നോക്കാം. കിട്ടിക്കണം നമുക്ക്. ഇന്ന് 100 അടിക്കണം. ശ്രമം നടത്തും. ഓക്കെ. ഈ മുഖത്ത് മൊത്തം കരിവേരി തേച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു തോന്നൽ ഇവിടുന്ന് കാണുമ്പോ. അതെന്താ? എന്താണ്? അല്ലെങ്കിൽ മുടി കളർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് എനിക്ക് പ്രശ്നം? നീ മനസ്സിലായി എന്താ പ്രശ്നം? അതെന്തോ പ്രശ്നം. കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നം. കണ്ണാടി എടുക്കാൻ മറന്നുപോയി. ഇങ്ങനെ ഇത്ര നന്നായി ഒരുങ്ങി വന്നൊരു ഇത് റെഡ് ആണല്ലോ അല്ലേ? മുഖത്ത് കരിവാരി തേച്ചിട്ടുണ്ടോ? ഇത് അതെ. കളർ ബ്ലൈൻഡ്നെസ് ഇല്ല, ഭാഗ്യം. ബാക്കിയെല്ലാം ബ്ലൈൻഡാ. അതെ. മക്കളെ, എന്തോ ബാബുക്ക. അതെ. ആഹാ, നമ്മുടെ ചങ്ക് ബാബുക്ക. ബാബുക്കന്റെ ഏത് പാട്ടാണ്? കവിളത്തെ കണ്ണീർ കണ്ടു. ഒരു ഉഗ്രം പാട്ടാണ്. വിലപേശാൻ ഓടി വന്ന വഴിയാത്രക്കാര അല്ലേ? ആഹാ, പി ഭാസ്കരൻ സാർ എഴുതി. ബാക്കി സിനിമ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. അതെന്താ കണ്ടെത്തത്? അതറിഞ്ഞൂടാ. സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ സിനിമകളൊക്കെ എനിക്ക് ഈ ജെൻ സി ഈ സിനിമകളൊക്കെ കാണാറുണ്ടോ? പഴയ സിനിമകളൊക്കെ കാണാറുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. കാണാറുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ ഭയങ്കര കുറെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഇന്ന കാരണം കൊണ്ട് നല്ലതാന്ന് പറയില്ലേ, ആ സമയത്ത് അങ്ങനെ ലാലേട്ടന്റെ കുറെ സിനിമകൾ കാണുന്ന ആൾക്കാരെ എനിക്കറിയാം. അതൊക്കെ അതിലെ ഡയലോഗ് വരെ കാണാൻ പറയുന്ന പല ആൾക്കാരെ അറിയാം. ചില സിനിമകൾ കാലത്തിന്റെ അവിടെ നിൽക്കുന്ന സിനിമകളുണ്ടല്ലോ, അത് പല ആൾക്കാരുടെയും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഈ വളരെ പഴയ ഇപ്പൊ നസീർ സാറിന്റെ കാലത്തുള്ള അല്ലെങ്കിൽ അതിനും മുമ്പേ ഉള്ള സത്യൻ സാറിന്റെ ഒക്കെ അത് ജെൻസി കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ചോദിച്ചാ. ഉറപ്പായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കാണുന്നുണ്ട്. ഈ ടെക്നിക്കൽ സൈഡിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരും ഒക്കെ ഇപ്പൊ എന്തോരം വ്യത്യാസം വന്നത് നമുക്ക് അത് കാണുമ്പോഴാ കുറച്ചുകൂടി മനസ്സിലാവുന്നത്. അപ്പൊ കാണുന്നുണ്ടാവും. നമ്മളൊക്കെ ഉണ്ണിച്ചേട്ടനും അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ജനറേഷനൊക്കെ അതിലൂടെ ഇങ്ങനെ കടന്നു വന്നതുകൊണ്ട് നമ്മൾ അതിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും കടത്തനാട്ട് മാക്കം എന്നുള്ള സിനിമ ഉദ്യോഗമണ്ഡലിലുള്ള ഒരു തിയേറ്ററിൽ പോയി കണ്ടത്, മഞ്ഞുമ്മൽ ഒരു തിയേറ്ററിൽ പോയി കണ്ടത്, ഒരു കൊട്ടകയിൽ പോയി കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ കാലത്തെ സിനിമകളും പാട്ടുകളൊക്കെ. അപ്പൊ ഇത് ജെൻസിയാണോ? ഞാൻ ജെൻസിയാ. 2005. 2004 എന്നല്ലേ ജെൻസി തുടങ്ങാം? 2000 അല്ലേ? അപ്പൊ അമൃതകുട്ടി ജെൻ ആൽഫയാണോ? ആയിരിക്കും. ആണെന്ന് തോന്നണ്. അപ്പൊ ഒരു ജെം ഓഫ് എ സോങ് ആണ് അല്ലേ? ബ്യൂട്ടിഫുൾ സോങ്. ജാനകി അമ്മ. ബാബുക്കയുടെ ആഘോഷം എന്ന് പറയുമ്പോൾ ഈ ശരിക്കും ജാനകി അമ്മയുടെയും കൂടെ ആഘോഷമായിട്ട് മാറുകയാണ് നമ്മുടെ പാട്ടുകളല്ലേ അല്ലേ? അപ്പൊ പാടിക്കോ. All the best. Thank you.
ബ്യൂട്ടി. താങ്ക് യു. ഉണ്ണിച്ചേട്ടാ, Yes. ബാബുക്കയുടെ പല പാട്ടുകളും അവസാനിക്കുന്നത് ത, Correct. കൃതം, ദ, ത. അതൊന്നുകൂടെ കേൾക്കാമോ? 1 2 3 4. പല പഴയ പാട്ടുകളിലും നമുക്കത് കേൾക്കാൻ പറ്റും. ബാബുക്കയുടെ പാട്ടുകളിൽ ഏറ്റവും അധികം കേൾക്കാൻ പറ്റും. ആന്റിസിപ്പേഷൻ ആണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അതിന് ആ ഋതത്തിന്റെ ഒരു സുഗന്ധമുണ്ട്, ആ കാലത്തിന്റെ സുഗന്ധമുണ്ട്, ബാബുക്കയുടെ സുഗന്ധമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ ആ ഋതത്തിലുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അമൃതകുട്ടി, എന്തോ കൊള്ളാം. താങ്ക് യു. പക്ഷെ കൊള്ളാം എന്നുള്ളത് മതിയോ? പോരാ. പോരാ. അല്ല പിന്നെ കൊള്ളാന്ന് പറഞ്ഞാൽ കൊള്ളാം അല്ലേ? ആ. അത് കൊള്ളാം, അതിലേക്ക് കൊണ്ടുവരണം. ആ. അതാണ്. അപ്പൊ കുറച്ചുകൂടെ അതിനെ ഒരു ഹൈറ്റ് കൂട്ടണം അല്ലേ? അതെന്താ വെച്ചാ ഇന്ന് മെയിൻ ഒരു വില്ലൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രുതിയാണ്. ശ്രുതി ചേരുന്നില്ല ഒരുപാട് ഇടങ്ങളിൽ. അതെന്തുകൊണ്ട്? അവിടെ ഇനിയർ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. ഇനിയറിൽ ശ്രുതി കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ? ആ. ആ ശ്രുതി കേട്ടിട്ടെന്ന് തരരാ നാ 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 തരിതി. അത് കറക്റ്റ് ശ്രുതി ചേരണം. കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്നു കരുതി വിലപേശാനോടി. ഒരു ഫ്രേസ് മൊത്തമായിട്ടല്ല ശ്രുതി പോകുന്നത്. ചില നോട്ട്സ്, ചില വാക്കുകൾ, ഇപ്പൊ കരുതി, അതില് കായല് ശ്രുതി, ആ സൗണ്ട് വരുന്നതൊക്കെ കുറച്ചൊരു അങ്ങനെ ആ എന്ന് പറഞ്ഞ ശബ്ദം വരുന്നതൊക്കെ കുറച്ചൊന്ന്. പിന്നെ എന്നുടെ കഥ കേൾക്കുമ്പോൾ നിൻ കൺമുനയാൽ മേളിലല്ലേ, അതൊന്ന് ആ സാ ചേർത്തോളൂ കുറച്ചും കൂടെ. എന്നുടെ കഥകൾ കേൾക്കുമ്പോൾ നിൻ കണ്ണുകൾ നനയുകയാണോ? നനയുകയാണോ? ആ ഒരു എക്സ്പ്രഷനൊക്കെ വളരെ നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മുടെ അമൃതകുട്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇതില് മധുരമുണ്ട്, അതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. മധുരമുണ്ട്, ഒരു സൈഡിൽ വേദനയുണ്ട്. അത് രണ്ടും കൊണ്ടുവരണം. അവസാനം വളരെ ആശിച്ചാണ് പറയുന്നത്, കൽപ്പന തന്നുടെ ചിപ്പിയിൽ നിന്നൊരു രത്നവുമായി പൊങ്ങാം. ഇനി ഈ പ്രണയത്തിലൂടെ നമുക്ക് ആ ഒരു രത്നം കണ്ടെത്താം, പുതിയ ജീവിതം കണ്ടെത്താം എന്നാണ് പറയുന്നത്. പക്ഷേ കവിളത്തെ കണ്ണീർ കണ്ടു എന്നാണ് ആദ്യം പറയണത്. അപ്പൊ ആ പെയിനും ഉണ്ട്, അതേസമയം മധുരമായിട്ടുള്ള ചില മെലഡിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പർശങ്ങളുണ്ട് ഈ പാട്ടിന്. അപ്പൊ അത് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രുതി ചേരുമ്പോഴാണ്. മാത്രമല്ല ഈ സമാ ശരിക്കും സമാ ആ മാ കറക്റ്റായിട്ട് വന്നല്ലേ, കവിളത്തെ കണ്ണീർ അത് കറക്റ്റ്, അത് സമാഗപ ആ രാഗത്തിന്റെ ഒരു ഭാവമാണ്. എന്തിനീ ചിലങ്കകൾ, അത് ഇതുപോലെയാണ് അല്ലെ? ഒരുപാട് ഈ രാഗത്തിലുള്ള കേദാർ എന്ന് പറഞ്ഞ രാഗത്തിലുള്ള പാട്ടുകൾക്കൊക്കെ ഈ സമാഗപ എല്ലാം അങ്ങനെയാണ് വരണേ കേട്ടോ. അപ്പൊ ആ സായും മായും കൃത്യമായിട്ട് അങ്ങനെ വീണില്ലെങ്കിൽ, അതിൽ ശ്രുതിയിൽ ഇങ്ങനെ ലയിച്ചില്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല. അതാണ്. അപ്പൊ അതാണ് ഇതില് ഞാൻ പറഞ്ഞ വില്ലൻ. ആ വില്ലനെ നമുക്ക് ഓടിക്കണം കേട്ടോ. ഈ ഏരിയയിലൊന്നും കാണാൻ പാടില്ല, ആ റബ്ബർ എസ്റ്റേറ്റ് വഴി ഓടിക്കണം. അപ്പൊ ശ്രുതി ചേർക്കണം. ഓക്കെ, അതാണ് ഇന്നത്തെ ഈ പെർഫോമൻസ് നിന്ന് പഠിക്കേണ്ടത്. ശ്രുതി ചേരാണ്ട് വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള പാട്ടുകൾ നമുക്ക് അങ്ങോട്ട് എത്തിയില്ലെന്ന്, അതാണ് പറഞ്ഞ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ നന്നായിട്ട് വരണം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് കേട്ടപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോ, ഈ പാട്ട് ഒരു ഉഗ്ര നിലവാരത്തിലേക്ക് വരുമെന്ന്. അതിനുള്ള ടാലന്റ് ഉള്ള ആളാണ് ആര്? ഞാൻ. അതെ, ഈ ഞാൻ. തീർച്ചയായിട്ടും. അപ്പൊ അത് കൊണ്ടുവരാൻ സാധിക്കും, അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, അത് കൊണ്ടുവരണം. ടാലന്റിന്റെ സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, സുപ്രഭാതം. എന്തോ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു. കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്നു കരുതി വിലപേശാനോടി വന്ന വഴിയാത്രക്കാരാ. ഇന്നത്തെ വില്ലൻ ശ്രുതിയാണ്. അത് കറക്റ്റ് MJ സർ പറഞ്ഞു. അതിപ്പോ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഭാഗത്ത് ഞാനിങ്ങനെ പി ഫോർ പിച്ച് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, അത് ആദ്യത്തെ പല്ലവി മുതൽ അവസാനം എൻഡ് ചെയ്യുന്നത് വരെ ഇന്ന് ശ്രുതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ പോലെ ഒരു ഫുൾ വരിയെടുത്ത് നോക്കുമ്പം ഈ ആ സൗണ്ട്സ് വരുന്നില്ലേ, അകാരം വരുന്ന കാ മാ പാ അങ്ങനത്തെ ആ സൗണ്ട്സ് വരുമ്പോഴാണ് കുറച്ച് കൺട്രോൾ വിട്ടിട്ട് ഇച്ചിരി ഷാർപ്പാവാൻ ഒരു ടെൻഡൻസി വരുന്ന പോലെയാണ് തോന്നിയത് കേട്ടോ. അതാണ് ഇന്നത്തെ ഫുൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ള പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ എന്താ പറഞ്ഞാൽ ചെറിയ എക്സ്പ്രഷൻസ് ഇല്ലേ, മൈക്രോ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട്. വഴിയാത്രക്കാര ഒരു സംഗതിയില്ലേ ഒരു സ്ഥലത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ ചിപ്പിയിൽ നിന്നൊരു എന്ന് പാടിയതിന്റെ ആ ചിപ്പിയിൽ നിന്നൊരു എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ വാസ് ബ്യൂട്ടിഫുൾ. പക്ഷെ അവിടെ ശ്രുതി ചേരും ചെയ്തില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ കോർത്തിട്ടാണ് അമൃതക്കുട്ടി പാട്ട് പാടുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ശ്രുതിയിൽ വന്ന് വീഴുകയും ചെയ്യണില്ല. ഇച്ചിരി ഷാർപ്പ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ ഇന്ന് ഈ ബ്യൂട്ടിഫുൾ സോങ് അങ്ങനെയായിരുന്നു. പക്ഷെ കറക്റ്റ് പിക്ചർ സെലക്ട് ചെയ്തത് നല്ല സെലക്ഷൻ. അമൃതക്കുട്ടിക്ക് പറ്റിയൊരു പാട്ട്, അമൃതക്കുട്ടിയുടെ ഈ വെരി ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടല്ലോ, ഈ ഒരു ബ്യൂട്ടിഫുൾ വോയിസ് ഉണ്ടല്ലോ, ആ വോയിസിന് പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ഇന്ന് സെലക്ട് ചെയ്തത് കേട്ടോ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. അപ്പൊ അതൊക്കെയാണ്. ഓക്കെ, മിടുകയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഫോർമുല എങ്ങനെയായിരുന്നു? എക്സ്പ്രഷൻ ശരിയാകുമ്പോ പിച്ച് ശരിയാവില്ല, എക്സ്പ്രഷൻ ശരിയാവില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. താങ്ക് യു. ഞാന് ഇപ്പൊ ഇവർ രണ്ടാളും നല്ല ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. അതൊരു കോമ്പറ്റീഷനിൽ അത് മസ്റ്റാണ്. ഇങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ആവശ്യമാണ്. അത് മാത്രമേ നിങ്ങളെ മുന്നോട്ട് നയിക്കുള്ളൂ. പക്ഷെ ഒരു സാധാരണ പ്രേക്ഷകൻ, ഞാനൊരു സാധാരണ പ്രേക്ഷകനാണെങ്കിൽ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു പിച്ചിനെ കുറിച്ച് ചിന്തിക്കില്ല, മറ്റേ എവിടേക്കാണ് പോയിട്ടുള്ളതെന്ന് ചിന്തിക്കില്ല. അത് ടോട്ടലി അതെങ്ങനെ കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട്, സുഖമുണ്ടോ എന്ന് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഒരു സാധാരണ പ്രേക്ഷകനെ മോൾ പാടിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ആ പാട്ടിൻ്റെ സെലക്ഷനായാലും ശരി, അത് അവതരിപ്പിച്ച രീതിയായാലും ശരി, ചില സ്ഥലങ്ങളിലൊക്കെ ചില വരികളിലൊക്കെ മോള് അസാധ്യമായിട്ട് പാടി. ആ ട്യൂണ് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അമൃതക്കുട്ടി വരാൻ പോവാണോ, മധുരമഴ ഉറപ്പ്, അങ്ങനെ പറയാൻ പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എല്ലാ പെർഫോമൻസും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? നോ ഹാർഡ് ഫീലിങ്സ്. അമൃതക്കുട്ടി, എന്തോ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൊരു മാർക്ക് 97 out of 100. താങ്ക് യു. അപ്പൊ ഇനി അമൃതക്കുട്ടിക്ക് അറിയാം ഇപ്പൊ നമ്മള് നെക്സ്റ്റ് ലെവലാ പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ അമൃതക്കുട്ടി പോയി പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് MJ ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു വലിയ മതിൽ കെട്ടിട്ട് വേണം വരാൻ. ഓക്കെ, ബൈ. ഫാദർ, റോസി വരുമോ ഫാദർ? റോസി തീർച്ചയായും വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം? റോസി ഇവിടെ വരണമെങ്കിൽ എനിക്ക് ആര്യയുടെ കൂടെ സഹായം ആവശ്യം വരും. ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം ഫാദർ. ശരി ഫാദർ, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ കൊച്ചിന്റെ ദേഹത്ത് നിന്ന് ആ ബാധ ഒഴിയണം. റോസിയെ ഒഴിപ്പിക്കണം. അതെ, നമ്മുടെ ഫിനാലയിലേക്കുള്ള റൗണ്ട്സ് എല്ലാം അടുത്ത് വരികയാണ്. റോസി ഒന്ന് ഒഴിപ്പിച്ച് ശ്രീയെ ഞങ്ങൾക്ക് തിരിച്ചു തരണം ഫാദർ. തീർച്ചയായും. അതിന് 2 വഴികളാണുള്ളത്. റോസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട് മീനൂട്ടിയോ അല്ലെങ്കിൽ ആര്യയോ പാടണം. മീനൂട്ടി പാടി കഴിഞ്ഞാൽ റോസി വരാൻ ചാൻസ് ഇല്ല. റോസി ശ്രീയെ കൊണ്ട് ഓടി രക്ഷപ്പെടുത്തരുള്ളൂ. MJ അങ്കിൾ, എന്നെ കൊണ്ട് വെറുതെ റോസി ആക്കിക്കരുത് കേട്ടോ. ശരി, എങ്കിൽ ആര്യ തന്നെ പാടട്ടെ. റോസിയെ നല്ല പോലെ ധ്യാനിച്ച് ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ തീർച്ചയായും റോസി വരും. അവൾ വന്ന് പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭംഗിയാവും. തീർച്ചയാണ്.
മഴനിലാവിൻ്റെ ചിറകുകളിൽ കുളിരായി വരുമോ? ഒഴുകുമീരാഗവേദനയിൽ ഹൃദയം തരുമോ? ഇരുളിലേരിയും തിരിയായി വിരഹമൊരുകും മിഴിയായി. നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? I command you to leave this person and go to the darkness. Go back to the darkness. ഒഴിഞ്ഞു പോവില്ലേ? ശ്രീയ കുട്ടി, ശ്രീയ ഓക്കെ അല്ലേ? MJ സാറേ, എന്നാ പിടിച്ചോ നിങ്ങളുടെ ഷെയ്യക്കുട്ടിയെ? റോസി പോയോ? റോസി പോയി. ഇനി ആ റോസി ആരെയും ശല്യം ചെയ്യില്ല, ഇത് ഉറപ്പാണ്. താങ്ക് യു ഫാദർ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ഗ്ലോറി ടു ഗോഡ്. ഇറ്റ്സ് ഹിസ് വർക്ക്, നോട്ട് മൈൻ. എന്നാ ഞാൻ പോട്ടെ. ഫാദർ, ശ്രീയുടെ പാട്ട് കേട്ടിട്ടില്ലല്ലോ? ഇല്ല. അത് കേട്ടിട്ട് പോയാൽ മതി. തീർച്ചയായും. അതെ ഫാദർ, അവിടെ ഇരുന്നോളൂ. എന്നാ ഈ ലോഹയൊക്കെ മാറ്റി ഞാൻ പാട്ട് കേൾക്കാൻ തയ്യാറായി. അവിടെ തന്നെ വരാം. ഓക്കെ ഫാദർ. ശ്രീമോളെ, വളരെ ഭംഗിയായിട്ട് പാടൂ. കർത്താവിന്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.
ചിറകുകളിൽ കുളിരായി വരുമോ രാഗവേദനയിൽ ഹൃദയം തരുമോ ഇരുളിലെരിയും തിരിയായി വിരഹമൊരുകും മിഴിയായി തേങ്ങുന്നു ഞാനെവിടെ നീ മഴനിലാവിന്റെ ചിറകുകളിൽ കുളിരായി വരുമോ ഒഴുകുമീ രാഗവേദനയിൽ ഹൃദയം തരുമോ ആ വെരി ഗുഡ്. ആ എൻഡിങ് കൊള്ളാം കേട്ടോ. താങ്ക് യു സവാഷ്. താങ്ക് യു. നമ്മുടെ ഫാദറിനെ സമ്മതിക്കണം കേട്ടോ. ഉണ്ണിച്ചേട്ടാ, എന്നെ father സമ്മതിക്കണം ഉണ്ണിമേനോൻ അല്ലേ? എന്നെ സമ്മതിക്കണമെന്ന്. സമ്മതിക്കണം. ഒരു പാത ഒഴിഞ്ഞു പോയില്ലേ? അത് പോയി, അവസാനം നമുക്ക് ശ്രീകുട്ടിയെ കിട്ടിയില്ലേ? കിട്ടി. ആൻഡ് ഹിയർ ഷീ ഈസ് ദ ഒറിജിനൽ ശ്രിയ. ഹലോ ശ്രിയ, how are ഹലോ, you? ഐ ആം ഗുഡ്. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്നല്ലേ പറഞ്ഞേ? ബാംഗ്ലൂരിൽ സംശയമുണ്ടോ? ഇല്ല, എന്താ ചോദിച്ചേ? നേരത്തെ അങ്ങനെ സംശയമുള്ള പോലെ തോന്നി. ആണോ? ആ, എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ബാധ ഒഴിഞ്ഞു പോയി എന്നുള്ളത് മാത്രമല്ല, മഴ പെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ നനഞ്ഞ് കുളിർന്ന് അങ്ങനെ എല്ലാം നീങ്ങിപ്പോയി അല്ലേ? താങ്ക് യു. ഈ വൈറ്റ് ഇടുമ്പോ ഒരു കുഴപ്പമെന്ന് വെച്ചാ, ഈ സ്റ്റെയിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ വൈറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റെയിൻ ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് വന്ന് അതിന്റെ കൂടെ അങ്ങ് കൂടും. അപ്പൊ നമ്മൾ കൂടുതൽ പ്രാവശ്യം അത് നനയ്ക്കുകയും ശരിയാക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ പെർഫോമൻസ് നന്നായിരുന്നു. താങ്ക് യു. അവിടെയായിട്ട് അങ്ങനെ അവിടെയായിട്ട് നന്നായാൽ മതിയോ? പോരാ, ഉം. എല്ലാവിടെയും നന്നാവണം അല്ലേ? അങ്ങനെ നന്നാക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്, നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് കഴിവുള്ള ഒരാളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ആ വെൽവെറ്റ് വോയിസ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നമ്മളെയും കൊണ്ടേ പോകൂ, അത് സംശയമില്ല. എനിക്ക് ആ മഴ നിലാവ് എന്ന് തുടങ്ങിയില്ലേ, അതിന്റെ കൃത്യം ശ്രുതിയിൽ ആ നോട്ട്സ് എനിക്ക് കിട്ടിയില്ല. അത് മാത്രമല്ല, മഴ നിലാവ് എന്ന് പറയുന്ന നമ്മൾ അങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം. പല പാട്ടുകളും ശ്രീകുട്ടി ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യും. അതിന്റെ പ്രൊണൗൺസിയേഷനെ പറ്റി പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈസി ഗോയിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേണ്ട, ചില സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെ പറയണം. ഓക്കെ. പറഞ്ഞാലേ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് പറഞ്ഞതായി വരൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ വരട്ടെ. മഴനിലാവിന്റെ മഴ മഴനിലാവിന്റെ ആ ബാക്കി ചിറകുകളിൽ ആ മഴനിലാവിന്റെ ചിറകുകളിൽ കുളിരായി വരുമോ ആ അപ്പൊ ഇതിലെല്ലാം ഒരു ശബ്ദം കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ ഒരു നേസൽ ടോൺ വരുന്നുണ്ട് കുറച്ചും കൂടെ. ആര്യക്കുട്ടി പറഞ്ഞത് ശരിയാണ്. അകാരം എന്ന് പറയുന്നത് അത് അല്ല അല്ലേ? ചില ആൾക്കാരൊക്കെ സ എന്ന് പാടാറുണ്ട്. സരിഗമ ഗരി എന്നൊക്കെ പാടും. അങ്ങനെയല്ല, എല്ലാം ആ വരണം. അപ്പൊ ആദ്യത്തെ ഹമ്മിങ് അല്ലേ, അതിലും ഒരു അതൊരു കൂട്ടുകാരനായിട്ട് കൂടിയിട്ടുണ്ട്. ആ കൂട്ടുകാരനെ ഒഴിവാക്കണം. നീ എന്റെ കൂട്ടുകാരനല്ല എന്ന് പറയണം. അതിപ്പോ പാടുന്ന ശ്രേയല്ല, പ്രേതമാ. ആ പ്രേതത്തിനെ ഒഴിച്ച് നമ്മള് ഒരു ആയും ഒരു ഈയും കൂടെ ചേർന്ന എന്തോ ഒരു ശബ്ദമല്ലേ വന്നോണ്ടിരിക്കുന്നത്. അത് ആ തന്നെ ആക്കണം. കുറച്ചുകൂടെ ആ എന്ത് രസല്ലേ ഈ ശബ്ദത്തിൽ ആ അകാരം കേൾക്കാനായിട്ട്. അപ്പൊ ആ ഈ വവൽസ് നമ്മൾ പാടി പ്രാക്ടീസ് ചെയ്യാന്നാണ്. എ ഐ ഒ യു ഇല്ലേ, അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അത് തന്നെ ആസ് ഊസ് ഈസ് ഐസ് ഒക്കെ വരാം. ഓക്കെ, അത് അങ്ങനെ വന്നാലാണ് നന്നായി. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില ലൈൻസിനെ പറ്റി പറയാം. നിൻ കളമുരടിയിൽ ഏതു ഗാനം നിശകളിൽ ഇനിയൻ സാന്ത്വനം. സൂപ്പറായിരുന്നു. അതേപോലെ തന്നെയാണ് അടുത്ത് ചേർന്നത്. നിൻ മലർശയിൽ 7 ജന്മം. നന്നായി വന്നു. പിന്നെ സ്നേഹമായി സ്വയം തഴുകി വരും. ടിക്കിട്ടിട്ടുണ്ട്. ടിക്ക് എന്ന് പറഞ്ഞാൽ നന്നായി, വളരെ നന്നായി എന്നാണ് കേട്ടോ.
ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇനി മുന്നോട്ട് പോകാനായിട്ട് ശ്രീക്ക് ഉള്ള ചില മന്ത്രങ്ങളാണ് പറയുന്നത്. ഓക്കെ അത് കസ്റ്റം മെയ്ഡാണ്, ശ്രീക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ലോക്കാണ്. അതിന്റെ കീ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് ഫ്രീഡം, ഓക്കെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ ആ പെർഫെക്ഷൻ്റെ ലോക്ക് നമുക്ക് തുറക്കാനായിട്ട് പറ്റുള്ളൂ. സ്വാതന്ത്ര്യം ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ആ പാട്ടിന്റെ കൂട്ടിൽ ഒതുങ്ങിപ്പോരുന്നതാണ്. പാട്ടിനെ ഇങ്ങനെ തുറന്നു വിടണം. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഇന്റൻസ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പൊ ശ്രീയനി പാടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തിൽ പാടുക. ഓക്കെ അപ്പൊ അതെന്തായാലും ഒഴിഞ്ഞല്ലോ, ഈ ബ്രേക്ക് ദ ഷാക്കിൾസ് എന്ന് പറയില്ലേ, ഓക്കെ അത് വേണ്ടി വരും. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചില പ്രോബ്ലംസ് വരുമല്ലോ, നമ്മൾ ആ പ്രോബ്ലംസ് ഒക്കെ അവിടെ സോൾവ് ചെയ്തു അല്ലേ, ആ പ്രോബ്ലംസിനെ ഇവിടെ കൊണ്ടുവരരുത്. ഓക്കെ ഞാൻ പറഞ്ഞു മനസ്സിലായോ? അന്ന് അവിടെ ഈ പാട്ട് പാടിയപ്പോൾ ഈ സ്ഥലത്ത് എനിക്ക് കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് ഇവിടെ കിട്ടുമോ എന്നുള്ള അങ്ങനത്തെ ചില സാധനങ്ങൾ ഞാൻ കാണുന്നുണ്ട്, എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം ഓക്കെ കേട്ടോ. ആ പ്രോബ്ലംസ് അവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോബ്ലംസിനെ മറക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഗംഭീരമായിട്ട് പാടാൻ പറ്റണം. ഓക്കെ ചില സംഗതികളൊക്കെ പ്രിസൈസ് ആയിട്ട് പാടി കേട്ടോ, Yes. ആ മേളിലുള്ള അത് വലിയൊരു കൈയടി കിടക്കുന്നതാണ്. Yes. പിന്നെ അത് കുറച്ച് മെഷീൻ പ്രിസിഷൻ ആയി പോയെന്നൊരു സംശയമുണ്ട്. ഈ മെഷീൻ കട്ട് പ്രിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു മെക്കാനിക്കലായിട്ട് സൗണ്ട് ചെയ്യും. അത് പ്രിസൈസ് ആണ്, ആ ഫ്രീക്വൻസിയിൽ കറക്റ്റായിട്ട് ആ നോട്ട്സ് വന്നിട്ടുണ്ട്, എല്ലാം ശരിയാണ്. അപ്പോൾ ഉടനെ ശ്രീക്ക് വേണമെങ്കിൽ ചോദിക്കാം, അങ്കിളെ ഞാൻ കറക്റ്റായിട്ട് പാടിയില്ല, പിന്നെ അങ്കിൾ എന്താ ഇങ്ങനെ പറയണേ? ഞാൻ പറയുന്നത് ഞാൻ അതിന്റെ ഫീലിനെ പറ്റിയാണ്. Okay. ഓരോ സംഗതിക്ക് ഒരു ഫീലുണ്ട്, ആ ഫീലും കൂടെ ആ സംഗതികളിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. ഇപ്പൊ ചിത്ര ചേച്ചി പാടിയതും ഇന്ന് ശ്രീകുട്ടി പാടിയതും തമ്മിലുള്ള ആ സംഗതികളുടെ വ്യത്യാസം അവിടെയാണ്. ചിത്ര ചേച്ചി പാടിയില്ല ആ എക്സ്പ്രഷൻസും കൂടെ വന്ന് സംഗതി പെർഫെക്റ്റ് ആയി. ഇവിടെ സംഗതികൾ പെർഫെക്റ്റ് ആയി, എക്സ്പ്രഷൻ അതിനകത്ത് ഓൾമോസ്റ്റ് ലൈക്ക് 5% എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്ക് എന്ത് ഗുണമുണ്ടാവും? എനിക്ക് നല്ല ഗുണമുണ്ടാവും. അതാണ്, ആ ഗുണം ഉണ്ടാവട്ടെ അല്ലേ ഉണ്ണിച്ചേട്ടാ? അതെ. നമ്മുടെ സ്വന്തം മൈക്കൽ ജാക്സൺ, അദ്ദേഹത്തിന്റെ ചെവി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഷാർപ്പാണ്. അപ്പൊ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത പിച്ചിങ് പുള്ളി കണ്ടുപിടിക്കും. സോ അത് എല്ലാവർക്കും കിട്ടില്ല, അത് ചിലവർക്ക് മാത്രം കിട്ടുന്ന ഒരു സിദ്ധിയാണ്. സോ കുട്ടനോട് വേറൊരു കാര്യം ചോദിക്കാണ്ട്, നമ്മുടെ ഈ സിനിമാ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രേതങ്ങളൊക്കെ പാടുന്നുണ്ടല്ലോ, അതെന്താ അങ്ങനെ? പ്രേതങ്ങൾ സാരി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ശുദ്ധമായിട്ട് പാടുന്നുണ്ട്. എല്ലാ പ്രേതങ്ങളും വൈറ്റ് സാരി മാത്രമേ കൊടുക്കുള്ളൂ. പ്രേതങ്ങളോട് ആദ്യം പറയുന്നത് നിങ്ങൾ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ട് വരിക. ഇല്ല, സ്വർഗത്തിലേക്ക് വിടുന്നു. പ്രേതങ്ങൾ ചില കോഡ് പ്രോഗ്രഷൻസും പഠിക്കുന്നു, അതെ, അതനുസരിച്ച് പാടണം. വളരെ വൃത്തിയായിട്ടാണ് പാടുന്നത് എല്ലാവരും അല്ലേ? അപ്പൊ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് അല്ലേ? സിനിമാ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രേതങ്ങളൊക്കെ പാട്ട് പാടും, എല്ലാ ഭാഷയിലുണ്ട് പ്രേതങ്ങൾ. എല്ലാരും വെള്ളസാരി. അതെ. അപ്പൊ നമ്മുടെ സ്വന്തം ടോപ്പ് സിംഗറിന്റെ പ്രേതമാണപ്പോ ഷേക്കുട്ടി. ഷേക്കുട്ടി, എനിക്ക് ആ ഫസ്റ്റ് ഹമ്മിങ് ഭയങ്കര ഇഷ്ടമായി. അത് കുട്ടൻ പറഞ്ഞ കാര്യം ആ വന്നാൽ നന്നായിരിക്കും. എല്ലാവർക്കും ഒരു ശീലമാണ് എന്ന് പറഞ്ഞിട്ട്, അതൊന്ന് മാറ്റിയെടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്കും തോന്നിയിരുന്നു. പിന്നെ അനുപല്ലവി തുടങ്ങിയോടത്ത് കുറച്ചും കൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഷേക്കുട്ടി പറഞ്ഞ മാതിരി തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാണെന്ന് അറിയില്ല, ഒരു സീരിയസ്നെസ് തോന്നുന്നു. കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് യുവർ സിംഗിങ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കേൾക്കാൻ സുഖമുണ്ടാവും കേട്ടോ. നമ്മുടെ ഒരു ഫൺ റൗണ്ട് ഒക്കെ വന്നില്ലേ, അന്ന് ഷേക്കുട്ടി പാടിയിരുന്നു വളരെ എൻജോയ് ചെയ്തിട്ട്. അതുമാതിരി പാടിയാൽ കുറച്ചും കൂടി നന്നാവും എന്ന് എനിക്ക് തോന്നി. ചില ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ 7 ജന്മം ഒക്കെ പാടിയില്ലേ സെക്കൻഡ് ചാനല്, ദാറ്റ് വാസ് എ ഹൈലൈറ്റ്. അസലായി പാടിയത്, ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മുടെ ഷേക്കുട്ടി ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോട്ടെ, പാടി. ശ്രീകുട്ടി, യു ആർ എൻ അമേസിംഗ് സിംഗർ. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പാടിയതിൽ. അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുവാണെങ്കിൽ നിൻ കളമുരളിയിൽ ഏതു ഗാനം, ആ ഭാഗവും നിൻ മലർശയ്യയിൽ 7 ജന്മം, അത് രണ്ടും വാസ് വെരി പ്രിസൈസ്. അത് രണ്ടും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ വേണ്ടി. എസ്പെഷ്യലി ആ ടെക്നിക്സ് അവിടെ പ്രയോഗിച്ചത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാനത് ഇനിയും പറയും, എനിക്ക് അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പ്രേതത്തിനെ കാണാൻ വേണ്ടി യെസ്, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ശ്രീകുട്ടി. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീകുട്ടിക്ക് ഒരു നേസൽ ടോൺ ഓൾറെഡി ഉണ്ട്, സംസാരിക്കുമ്പോഴും ആ ഒരു നേസൽ ടോൺ ഉണ്ട്. അപ്പം പ്ലസ് നേസൽ ടോൺ വരുമ്പം എന്നാണ് വരുന്നത്.
ഇസ് വിത്തൗട്ട് നേസൽ ടോൺ. Okay. ഓക്കെ, Okay. ആ ഒരു ഡിഫറൻസ് ആണ് മെയിനായിട്ട് എനിക്കും ഫീൽ ചെയ്തത്. ആ ഒരു Okay. നേസൽ ടോൺ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. Okay. കുറേയൊക്കെ മൈക്കിന്റെ പൊസിഷന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മൈക്ക് ഈ നോസിന് പോയിന്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് വായയുടെ ആ സൈഡിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ Okay. കുറച്ചും കൂടെ വായയുടെ ആ ടോൺ ചെയ്യും. എന്നാലും യു വിൽ ഹാവ് ടു ഡു ലോട്ട് ഓഫ് എക്സസൈസസ്. Okay. ശ്വാസം നിൽക്കുന്നവരെ ചെയ്യണം. Okay. ഓക്കെ, Okay. ആ ഒരു Yes. ഹ സൗണ്ട് വെച്ചിട്ട് ആ സൗണ്ട് തന്നെ വരുന്ന രീതിയിൽ ഹ ഹ ഹ ഹ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു റെസണൻസ് കിട്ടും. Okay. ആക്ച്വലി പാട്ടുകൾ നമ്മുടെ ശബ്ദത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം റെസണൻസും അതിൻ്റെ ടോണും പിന്നെ നമ്മൾ പല അക്ഷരങ്ങളും ഉച്ചരിക്കുന്ന ആ സിലബിളില്ലേ, ആ സിലബിളുമാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അത് മൂന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മ്യൂസിക് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവരിലേക്ക് എത്താൻ തുടങ്ങും. Okay. ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ചെയ്യും Okay. കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ എക്സസൈസസ് ചെയ്താൽ യു വിൽ ഗെറ്റ് മച്ച് ബെറ്റർ. Okay. ഓക്കെ, Okay. Thank you. മിടുക്കിയാണേ. Okay. Thank All you. the best. Thank you. ശരിക്കും പറഞ്ഞാൽ ആര്യക്കുട്ടിയെ ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റും കേട്ടോ. കാരണം വേറെ ഒരാളുടെയും സഹായം ഇല്ലാതെ സ്വന്തം വഴി വെട്ടി വന്ന ആളാണ്. അപ്പൊ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളും സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണ് ഇതൊക്കെ. എങ്ങനെയാണ് വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്തിട്ടൊന്നും അല്ല. താങ്ക് യു എംജി സർ. അതെനിക്ക് എപ്പോഴും വളരെയധികം ഞാൻ പ്രൗഡായിട്ടുള്ള അല്ല, കാര്യമാണ്. ഇപ്പൊ ഷീസ് ഗോട്ട് എ ഗുഡ് ടീച്ചർ ഓൾസോ. ഐ ഹാവ് എ ടീച്ചർ. ഞാൻ 5 വർഷം സെർച്ച് ചെയ്തിട്ടാണ് വിശാലാക്ഷി മാമിനെ കണ്ടുപിടിക്കുന്നത്. ഷീസ് ഗിവിംഗ് ലോട്ട്സ് ഓഫ് ടിപ്സ്. വിശാലാക്ഷി മാമിന് അങ്ങനെ തന്നെ വേണം. മാം ഇസ് ബാംഗ്ലൂരാണ്. ബ്ലെസ്സിംഗ്. അതാ, ശരിക്കും ബാംഗ്ലൂരാണ് വിശാലാക്ഷി മാം. ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. ഒരു 1 hourന്റെ പ്രാക്ടീസ് റിയാസ് സെഷൻസ് എല്ലാ ദിവസവും രാവിലെ ഞാൻ ചെയ്യാറുണ്ട്. അതിന്റെ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ണി സർ കേൾക്കാറുണ്ട്. ചില നോട്ടുകൾ എത്താതിരിക്കുമ്പം എന്നെ കൊണ്ട് മാം മാം എന്ന് വിളിപ്പിക്കും. മാം 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 എന്ന് വിളിപ്പിക്കും ഇങ്ങനെ 5-6 പ്രാവശ്യം. അങ്ങനെയാണ് ഈ ടോണും നോട്ടും സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. സംസാരത്തിലൂടെയാണ് പാട്ട് പാടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിക്കാൻ പറ്റും കേട്ടോ. മീനുട്ടി സംസാരത്തിലൂടെ പാട്ട് പഠിക്കാം. ഒരു മാം എന്ന് വിളിച്ചു നോക്കിയേ. മാം പോരാ, അല്ല എനിക്കത്ര മതി. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മാം 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 മാം. അതോ താഴേക്ക് പോണു. ഞാൻ മേലേക്ക് കാണുമ്പോൾ താഴേക്ക് അതിനെ കൈയോട് അടിക്കണം. ഇങ്ങനെ നോക്കി എനിക്ക് ഇങ്ങനെ കാണിക്കണം. ശ്രീകുട്ടി ചെയ്യട്ടെ. ശ്രീകുട്ടി ചെയ്യട്ടെ. മാം Ma'am. 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 മാം പൂച്ച പൂച്ചയൊക്കെ കൂടി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ബേസിക്കലി ഹയർ നോട്ട്സ് പോകുമ്പോഴത്തേക്ക് നവീനമായിട്ടുള്ള രീതികൾ നമുക്ക് വളരെ ഫണ്ണി ആയിട്ട് തോന്നിയാൽ പോലും അതില് വളരെയധികം സ്പിരിറ്റ് ഉണ്ട്. ഇത് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് യു ക്യാൻ ടേക്ക് എ ലീഫ് ഔട്ട് ഓഫ് ഹെർ ബുക്ക്. വോയിസിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. യെസ് യെസ്. ഇന്ന് പ്രേതത്തിനാണോ മാർക്ക് കിട്ടുക ശ്രീയക്കുട്ടിക്കാണോ മാർക്ക് കിട്ടുക? പ്രേതത്തിന് കൊടുത്തോ? എടാ അപ്പൊ നല്ല മാർക്ക് കിട്ടിയ നീ അത് പ്രേതത്തിന് കൊടുക്കും? അല്ല, ഞാൻ ഷെയർ ചെയ്തോളാം. ഓക്കെ, എത്ര മാർക്കിന് മേലോട്ടാണെങ്കിൽ ശ്രീകുട്ടി എടുക്കും, എത്ര മാർക്കാണെങ്കിൽ പ്രേതം എടുക്കും? 98-ന് മുകളിലാണെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യും. ഓക്കെ ശ്രീകുട്ടി, ഇന്നത്തെ പ്രേതത്തിന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള മാർക്സ് യെസ്. 97.75. താങ്ക് യു. അപ്പൊ ശ്രീകുട്ട ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ആർക്കും കൊടുക്കരുത്. Okay, ഓക്കെ, okay. ബൈ. Bye.